ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും അന്തരീക്ഷവും എല്ലാം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടിരുന്നാലേ നമുക്ക് നല്ല പൂർണ്ണമായിട്ട് നല്ല 100% ശ്രദ്ധയോടുകൂടി പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ കുട്ടികൾ പഠിക്കുമ്പോൾ മേശപ്പുറത്ത് വെക്കാൻ പാടില്ലാത്ത കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ മെയിൻ എക്സാം എടുക്കാറായി, അപ്പോൾ അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്ന ഈ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം പറയുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതായത് ഫോൺ, ടാബ്ലറ്റ് പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കുട്ടികൾ പഠിക്കുമ്പോൾ അവരുടെ അടുത്ത് വെക്കരുത്. ഇത് പഠനത്തിൽ നിന്ന് കുട്ടികളുടെ ശ്രദ്ധ തെറ്റിക്കാൻ കാരണമാകും. അടുത്തത് പറയുന്നത് പൂർത്തിയാകാത്ത പ്രോജക്റ്റുകളും അസൈൻമെൻറ്റുകളൊന്നും അടുത്ത് വെക്കരുതെന്നാണ്. കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പൂർത്തിയാകാത്ത പ്രോജക്റ്റുകളോ അസൈൻമെൻറ്റുകളോ ഒക്കെ പഠിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതവരിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും. അത് ചെയ്തില്ലല്ലോ, അപ്പോൾ അങ്ങനെ ആ ഒരു ചിന്ത വന്നിട്ട് പഠനത്തിൽ നിന്ന് ശ്രദ്ധ തിരിയാൻ കാരണമാകും. എച്ചിൽ പാത്രങ്ങൾ, പിന്നെ ചായക്കപ്പ, അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളൊന്നും അടുത്ത് വെക്കരുത്. അത് ഭക്ഷണം പൊതിഞ്ഞുകൊണ്ട് വരുന്ന പേപ്പറുകൾ തുടങ്ങിയവയൊന്നും പഠിക്കുന്ന സ്ഥലങ്ങളിൽ വെക്കരുത്. ഇത് പഠന സ്ഥലം വൃത്തികേടാക്കുകയും അതുപോലെ തന്നെ അവരുടെ ശ്രദ്ധ തെറ്റിക്കാൻ കാരണമാവുകയും ചെയ്യും. അടുത്തത് അലങ്കാര വസ്തുക്കളാണ്. കുറച്ച് അലങ്കാര വസ്തുക്കൾക്ക് പഠനയിടം വ്യക്തിഗതമാക്കാൻ സഹായിക്കുമെങ്കിലും ഇത് അധികമാകുന്നത് പഠനസ്ഥലം അലങ്കോലപ്പെടുത്തുകയും പഠനത്തിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി പറയുന്നത് മറ്റു വായനാ പുസ്തകങ്ങളാണ്. പഠനത്തിനല്ലാതെ ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ പഠിക്കുന്ന സമയത്ത് അടുത്ത് വെക്കരുത്. ഇത് പഠന ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഇവ വായിക്കാൻ താല്പര്യം ഉണ്ടാക്കും. അഴുക്ക് തുണികൾ, അഴുക്കായ തുണികൾ, വസ്ത്രങ്ങൾ എന്നിവ കുട്ടികൾ പഠിക്കാനിരിക്കുന്ന മുറികളിൽ ഒരിക്കലും വെക്കരുത്. ഇത് കുട്ടികളുടെ മനസ്സിനെ അലോരസപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷത്തെ മുറിയിൽ സൃഷ്ടിക്കും. മേക്കപ്പ് സാധനങ്ങൾ, കുട്ടികൾ മേക്കപ്പിനായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് പൂർണ്ണമായി മാറ്റിവെക്കാൻ ശ്രമിക്കണം. ഇത് കുട്ടികളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്ന് വ്യതിചലിക്കാനായിട്ട് കാരണമാകും. അടുത്തത് മരുന്നുകളാണ്. അടിയന്തര ഉപയോഗത്തിന് ആവശ്യമില്ലെങ്കിൽ മരുന്നുകളും കുട്ടികൾ ഇരുന്ന് പഠിക്കുന്ന സ്ഥലങ്ങളിൽ വെക്കരുത് കേട്ടോ. ഇത് കുട്ടികൾ മരുന്നിനെക്കുറിച്ചും അസുഖങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ കാരണമാകും. അങ്ങനെ പഠനത്തിൽ നിന്ന് ചിന്ത വ്യതിചലിക്കാൻ കാരണമാകും. അനാവശ്യ സാധനങ്ങൾ, അനാവശ്യമായ ഒരു സാധനങ്ങളും പഠിക്കാനിരിക്കുന്ന മേശപ്പുറത്ത് ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. ഇത് മേശപ്പുറം അലങ്കോലമാക്കാനും പഠിക്കാനുള്ള താല്പര്യം നശിപ്പിക്കാനും കാരണമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.